നമസ്കാരം. നമുക്കൊപ്പം ഒന്ന് ചേരുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന KJ ഷൈൻ ടീച്ചറാണ്. ടീച്ചർ നമസ്കാരം. നമസ്കാരം. ടീച്ചർ, ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു. എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? പോളിംഗ് ശതമാനം മൊത്തത്തിൽ കേരളത്തിൽ കുറവാണ്. അതെ. അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല ചൂടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. മൊത്തത്തിൽ കേരളത്തിൽ നല്ല ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ ഇരിക്കുന്നത്. ആ സമയത്താണ് ഇലക്ഷൻ വരുന്നത്. അപ്പൊ ചിലത് നീണ്ട ക്യൂ വരുന്നൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇലക്ഷൻ വോട്ടിംഗ് മെഷീന്റെ ഡിലേ വന്നിട്ടുണ്ട്. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ബൂത്തിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഒരാൾക്കൊരു 4 സെക്കൻഡൊക്കെ മതി ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമയം വോട്ട് രേഖപ്പെടുത്തി എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ട് പോവാൻ വേണ്ടി ഒരു 4 സെക്കൻഡ് മതി. പക്ഷെ ചില സ്ഥലത്ത് 30-40 സെക്കൻഡ് വരെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്യൂ ഇങ്ങനെ പുറത്ത് ആളുകൾ നീളുന്നു. പലരും വന്നിട്ട് ഈ ലോങ് ക്യൂവിന്റെ കാരണം കൊണ്ട് തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥ, വീണ്ടും വരാൻ ചൂടിന്റെ പ്രശ്നം കൊണ്ട് വരാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അതൊക്കെ ഈ വോട്ടിംഗ് പെർസെൻറ്റേജിനെ ബാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കുറച്ച് ഇപ്പോൾ വിദേശത്തേക്ക് പോയ ഒരു സാഹചര്യമുണ്ട്. പഠിക്കാനായിട്ട് കുട്ടികൾ വിദേശത്ത് പോകുന്നു, ഫാമിലി ആയിട്ട് തന്നെ വിദേശത്തേക്ക് പോകുന്നു. അപ്പം അങ്ങനെ കുറച്ച് ആ രീതിയിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട്, പക്ഷേ അവരുടെ പ്രസൻസ് ഇവിടെ ഇല്ല. അപ്പം അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. മറ്റൊന്ന്, ഞാൻ പേഴ്സണലായിട്ട് കാണുന്ന ഒരു അത് ഞാൻ പലപ്പോഴും എന്നോട് മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ ആസ് എ കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് എന്നോട് പേഴ്സണലായിട്ട് പല ഇഷ്ടങ്ങളും തോന്നിയിട്ടുണ്ടാവാം. ചിലപ്പോൾ എൻ്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, എൻ്റെ പെരുമാറ്റമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരാളോട് ഇഷ്ടം തോന്നിയാൽ, പക്ഷെ അയാൾക്ക് പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ BJP വോട്ട് ചെയ്യുന്നവർ, പക്ഷെ എനിക്ക് ആ കാൻഡിഡേറ്റിന് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ബൂത്തിൽ ചെന്നാൽ ഞങ്ങളുടെ ചിഹ്നത്തിനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ കൈപ്പത്തിക്കോ അല്ലെങ്കിൽ താമരയ്ക്കോ ചെയ്യുള്ളൂ എന്ന് ബോധ്യമുള്ള ചിലരെങ്കിലും അത് പോകാതിരുന്ന് എന്നെ സഹായിച്ചിട്ടുണ്ടാവാം എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. കാരണം എൻ്റെ ചെറിയ വാർഡ് തെരഞ്ഞെടുപ്പിലൊക്കെ എനിക്കത് അനുഭവിച്ചിട്ടുണ്ട്, എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പലരും പോകാതിരുന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും കോൺഗ്രസ് കുത്തകയായിട്ടുള്ള വാർഡുകളിൽ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ഒരു പരിധിവരെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത ആളുകളുടെ സഹായം കൊണ്ടാണ്. എന്തായാലും ഈ പോളിംഗ് കുറഞ്ഞത് ടീച്ചറിന് അനുകൂലമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ? അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടീച്ചർ അതുപോലെ തന്നെ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ സ്റ്റാറായി മാറിയ ഒരാളാണ് ഷൈൻ ടീച്ചർ എന്ന് പറയുന്നത്. പ്രസംഗത്തിലൂടെയാണെങ്കിലും എനിക്കൊന്ന് തുടക്കമൊക്കെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞിരുന്നത്, അതായത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണെന്നൊക്കെ പറഞ്ഞ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇതേ മാധ്യമങ്ങൾ തന്നെ തിരുത്തി പറയേണ്ട ഒരു സാഹചര്യം വന്നു. ഷൈൻ ടീച്ചർ നമ്മൾ വിചാരിച്ച പോലെയല്ല എന്ന് പറയുന്ന സാഹചര്യമൊക്കെ വന്നു. ദേശീയ രാഷ്ട്രീയമൊക്കെ വളരെ വ്യക്തമായി തന്നെ സംസാരിക്കുന്ന കാഴ്ചയൊക്കെയാണ് കണ്ടത്. എങ്ങനെയായിരുന്നു ഈ ഇലക്ഷൻ സമയത്തുള്ള പ്രചാരണ പരിപാടികളൊക്കെ? എത്രത്തോളം വെല്ലുവിളിയായിരുന്നു? സത്യം പറഞ്ഞ മാധ്യമങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു സർപ്രൈസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. ആദ്യ സ്ഥാനാർത്ഥിയാണ് എന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞപ്പോ ഒരു അമ്പരപ്പായിരുന്നു. ഇതെങ്ങനെയാണ് ഏറ്റവും ചെറിയ തലത്തിൽ രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്ന ഒരാള്, ലോക്കൽ കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്നു, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് സാധാ ഏറ്റവും സൂക്ഷ്മതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി. അപ്പോൾ അവിടെ നിന്നും എങ്ങനെയാണ് വലിയൊരു ക്യാൻവാസിലേക്ക്, ഇപ്പൊ നമ്മള് ഇലക്ഷൻ പ്രോസസ്സ് നോക്കിയാൽ ഏറ്റവും സൂക്ഷ്മതലം പഞ്ചായത്ത് ലെവലാണ്, ലോക്കൽ ബോഡി ലെവലാണ്, ഏറ്റവും വലുത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ഏറ്റവും ചെറുതിൽ നിന്നും പെടുന്നനെ ഈ വലുതിലേക്കുള്ള ഒരു ചാട്ടം, അതൊരു ശരിക്കും പറഞ്ഞൊരു ജമ്പാണ്. അവിടെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു അങ്കലാപ്പ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്ത് കാര്യവും അങ്ങനെ ഒരു പെട്ടെന്ന് എനിക്ക് വരുമ്പോ ഒരു അമ്പരപ്പുണ്ടെങ്കിൽ പോലും അതിനെ എനിക്ക് ചെറിയ അനുഭവത്തിൽ നിന്ന്, ആ ചെറിയ ഗ്രിപ്പിൽ നിന്ന് എനിക്ക് അതിനെ എന്താ പറയാ കവർ ചെയ്യാൻ കഴിയും. എനിക്കത് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അത് ഏത് പ്രശ്നമാണെങ്കിലും, ജീവിതത്തിൽ ഏത് പ്രശ്നം നേരിടുമ്പോഴും ആദ്യഘട്ടത്തിൽ എന്നെ ഉലച്ചു കളയാറുണ്ടത്. പക്ഷെ അത് ഓടിപ്പോവാറില്ല, പിന്തിരിഞ്ഞ് ഓടാറില്ല. ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും പിന്തിരിഞ്ഞ് ഓടിയാൽ അതൊരു രക്ഷയല്ല എന്നുള്ള ഒരു ബോധ്യമുണ്ട്. അപ്പൊ അതിനെ നേരിടുക, നിവർന്നു നിന്ന് തൻ്റെ അടുത്തോടുകൂടി നേരിടുക എന്നുള്ള ചെറുതിലെ കിട്ടിയ ഒരു ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ചെറിയ ക്യാൻവാസിലാണെങ്കിൽ പോലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. അതെനിക്ക് ജനങ്ങൾ തന്നിട്ടുള്ള ഒരു പ്രൊമോഷൻ ഉണ്ട്. ജനങ്ങൾ തന്നിട്ടുള്ള പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഒരു പ്രൊമോഷനും. ഞാനിപ്പോ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി രാത്രി വൈകിയൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് കമ്മിറ്റിയൊക്കെ കഴിഞ്ഞ് പറവൂർ ടൗണിൽ വന്നിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരൻ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും.
എന്നെ വളരെ സേഫായി വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കും. അപ്പൊ ജനങ്ങൾ തന്ന ആ ഒരു പരിഗണന, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രവർത്തനത്തിന് തരുന്ന ഒരു പിൻബലവും ഒരു എന്താ പറയാ ഒരു റിസൾട്ട്, ആ ഒരു ആത്മവിശ്വാസം ചെറുതല്ല. ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് പിന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കതിന് കഴിയും. പിന്നെ ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എനിക്കുള്ള ഒരു ആത്മവിശ്വാസവും കൂടി ഉപയോഗിച്ച് അതിനെ നേരിടാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ആർജിക്കുകയാണ് ചെയ്തത്. ഈ മാധ്യമങ്ങളിലൊക്കെ ഈ പ്രീപോൾ സർവേ ഒക്കെ പുറത്തുവരുന്ന സാഹചര്യമൊക്കെ കണ്ടിരുന്നു. ആ സമയത്തൊക്കെ സത്യത്തിൽ മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ട പ്രീപോൾ സർവേകളൊക്കെ നമ്മളേറെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രീപോൾ സർവേ ആയിരുന്നു. ഒരിക്കലും പ്രീപോൾ സർവേകളൊന്നും തന്നെ ശരിയാവാറില്ല. പലപ്പോഴും പൊട്ടിപ്പൊളിയുന്ന സാഹചര്യമൊക്കെയാണ് കാണാറ്. എന്താണ് ഈ പ്രീപോൾ സർവേ കണ്ടപ്പോൾ തോന്നിയത്? മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും ഒരു രാഷ്ട്രീയമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്. പണ്ടത്തേക്കാൾ നിഷ്കളങ്കമായ എല്ലാ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് ഏത് സാമൂഹ്യ പ്രവർത്തനത്തിലും ആ നിഷ്കളങ്കതയുടെ കുറവ് ഇന്ന് ആധുനിക ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് മാധ്യമങ്ങളെ നമ്മൾ കാണുന്നത് ജനാധിപത്യ പ്രക്രിയയിലെ ഒരു നാലാം തൂണ്, ജനാധിപത്യത്തിൽ ഒരു നാലാം തൂണ് എന്നുള്ള രീതിയിൽ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു മേഖലയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് അതെല്ലാം പണം കൊണ്ട് വാങ്ങി കൈക്കലാക്കിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ തീർച്ചയായും അവര് എയർ ചെയ്യുന്ന വാർത്തയാവട്ടെ, ബാക്കി എന്ത് ഡോക്യുമെന്ററി ആവട്ടെ, അതിന് പിന്നിൽ അവരുടെ രാഷ്ട്രീയമുണ്ട്. ഈ പ്രീപോൾ സർവേയിലും അവരുടെ ഒരു താല്പര്യം, ഒരു കക്ഷി രാഷ്ട്രീയം, ആ കക്ഷി രാഷ്ട്രീയത്തിന് അനുയോജ്യമായ വിധത്തിൽ അവര് പ്രീപോൾ സർവേ ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് എയർ ചെയ്യുന്നു. അപ്പൊ അതില് നമുക്കത് അത്രയ്ക്ക് വിഷമിക്കേണ്ടതില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെ എടുക്കേണ്ടതില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ആ രീതിയിൽ തന്നെ കാണുന്നു. അവരുടെ താല്പര്യം, ഇന്ന ആള് ജയിക്കണം എന്ന് അവരുടെ ഒരു താല്പര്യം അവർ പറയുന്നു. ഒരു സാധാരണ ഒരു ആളോട് ചോദിച്ചാൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ അയാൾ നിഷ്കളങ്കമായി ഇന്ന ആൾക്ക് വോട്ട് ചെയ്യും എന്ന് പറയും. പക്ഷെ അതൊരു നിഷ്കളങ്കതയുടെ ഭാഗമായിട്ട് പറയുന്നതാണ്. പക്ഷെ ഇത് നിഷ്പക്ഷമാണ് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുകയും എന്നിട്ട് ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രീപോൾ സർവേ എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിപ്പോ ഇന്ത്യ വിരുദ്ധ മുന്നണിക്കെതിരെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ രാജ്യം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടിയാണ് ഷൈൻ ടീച്ചർ രംഗത്തേക്ക് ഇറങ്ങുന്നത്. എല്ലാ വിഷയങ്ങളിലും വ്യക്തമായ നിലപാടുണ്ട്. അങ്ങനെയൊക്കെ ഒരു വലിയ പോരാട്ടം നടത്തുമ്പോൾ ഒരു മാധ്യമം, ഈ പറയുന്ന പോലെ മാധ്യമങ്ങളൊക്കെ പ്രീപോൾ സർവേയിലൂടെ നമ്മളെ തളർത്താൻ ശ്രമം നടത്തുമ്പോൾ വലിയൊരു സങ്കടമൊക്കെ തോന്നാറില്ല എങ്ങനെ കാണുമ്പോൾ? എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ പ്രീപോൾ സർവേ, ഒന്നാമത്തെ കാര്യം നമുക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. നമുക്ക് പറയാനുള്ള കാര്യം മാക്സിമം ജനങ്ങളോട് പറയുക, ജനങ്ങളിൽ എത്തിക്കുക. ഞാൻ അതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. ബാക്കി അതിനുശേഷം എന്ത് പറയുന്നു, മാധ്യമങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്നെ കുറിച്ച് എന്ത് പറയുന്നു, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ ലോകത്ത് എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നൊന്നും നോക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. രാവിലെ ഒരു 7 മണിക്ക് നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങണമെങ്കിൽ ഒരു 5 മണിക്ക് നമ്മൾ ഉണർന്ന് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 7 മണിക്ക് നമ്മുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്താൽ ഒരു 11:30 വരെയും നമ്മൾ ആ പ്രവർത്തന രംഗത്താണ്. ഈ 7 തുടങ്ങി 11:30 വരെ, അതിനിടയ്ക്ക് നമ്മൾ ഒരു 2-3 മണിക്കൂർ ഉച്ചയ്ക്ക് ഒരു വിശ്രമം. അപ്പൊ അതിനിടയിലുള്ള ബാക്കി എല്ലാ സമയവും നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ നിലപാട്, ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അത് ജനങ്ങളിൽ എത്തിക്കുക, എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ അത് എക്സ്പ്രസ് ചെയ്യുക. അതും ഒരു മാധ്യമ പ്രവർത്തനമാണല്ലോ. അവനവൻ തന്നെ ഇത് കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ വേറൊരു എന്താ പറയാ, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡാണ്. ആ പ്രൊപ്പഗാൻഡ മാക്സിമം ചെയ്യുക. ബാക്കി ഒരു കാര്യവും ഞാൻ അനാവശ്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ബാക്കിയൊക്കെ അനാവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയത് ആ സമയത്ത്. തീർച്ചയായിട്ടും എന്റെ ഡ്യൂട്ടി, ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് മാക്സിമം ജനങ്ങളോട് പറയുക. അതിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ബാക്കി പുറമേ എന്ത് നടക്കുന്നത് ഞാൻ പലപ്പോഴും ടീച്ചറെ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, എന്നോട് അങ്ങനെ നെഗറ്റീവായിട്ട് ഒന്നും പറയണ്ട, ഞാൻ എനിക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളത് അവർ തീരുമാനിക്കട്ടെ. അതായിരുന്നു എൻ്റെ ഒരു പോളിസി. ഈ പൊതുവെ ബൂത്ത് തല കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ എന്താണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്? എങ്ങനെയാണ് ബൂത്ത് തലത്തിൽ പാർട്ടി വളരെ കൃത്യമായി പാർട്ടിക്ക് എത്ര വോട്ട് കിട്ടും, അതാണ് പാർട്ടി എടുത്തിട്ടുള്ള കണക്ക്. അപ്പൊ അതില് തീർച്ചയായും ആ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടിനെ നോക്കിയാണെങ്കിൽ എറണാകുളം മണ്ഡലത്തിൽ പാർട്ടി പിന്നിലാവും. സ്വാഭാവികമായിട്ടും പിന്നിലുള്ള കണക്കാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞാനും പ്രതീക്ഷിക്കുന്നത്, പാർട്ടി കൊടുത്ത കണക്കുകൾക്ക് അപ്പുറത്ത് ജനങ്ങളുടെ വോട്ട് വീണിട്ടുണ്ടാവും എന്നാണ്. എന്തായാലും അങ്ങനെ വിശ്വസിക്കുകയാണ്. അതിനുശേഷവും പലരും ഇങ്ങനെ നിരന്തരമായി വിളിച്ചു പറയും, പാർട്ടിക്കാരല്ലാത്തവർ
ടീച്ചർ ജയിക്കണം, എല്ലാവിധ ആശംസകളും, ടീച്ചർക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ ഇന്ന പാർട്ടിയാണ്, പക്ഷെ എങ്കിലും ഇപ്രാവശ്യം ഞാനും എൻ്റെ കുടുംബവും ടീച്ചറുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒട്ടേറെ ഫോൺ കോളുകൾ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു, വാട്സാപ്പ് സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഏതായാലും പാർട്ടി കാൽക്കുലേറ്റ് ചെയ്ത വോട്ടിന് അപ്പുറത്തേക്ക് ഒരു വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കും ഈ റിസൾട്ട് വന്നു കഴിയുമ്പോൾ എറണാകുളം മണ്ഡലത്തിൽ ഉണ്ടാവുക. ടീച്ചറെ, ഒരു വനിത സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളാണ് അതിജീവിക്കേണ്ടി വരിക? ഇപ്പൊ ഈ ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്, ശൈലജ ടീച്ചർക്കെതിരെ ടീച്ചറെ വർഗീയവാദിയാക്കാൻ വരെ ശ്രമം നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ടീച്ചറെ ഏതൊക്കെ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള ഈ പ്രതിസന്ധികളാണുള്ളത്? പൊതുവെ വനിതകളോട് മൊത്തം സമൂഹത്തിൽ, കുടുംബം തുടങ്ങി സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ സംവിധാനത്തിനകത്തും സമൂഹത്തിനകത്തും ഒരു രണ്ടാം തരം എന്നുള്ള രീതിയിൽ ഒരു പരിഗണനയാണ്, അതൊരു യാഥാർത്ഥ്യമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ രണ്ടാം തരം കിട്ടാൻ, അല്ലെങ്കിൽ രണ്ടാം തരം സ്ഥാനത്തിന് അർഹയാണ്, അല്ലെങ്കിൽ ആ സ്ഥാനത്തിന് മാത്രമേ അർഹതയുള്ളൂ സ്ത്രീകൾക്ക് എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. അത് കഴിവിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കേണ്ടതാണ്. ഇപ്പൊ ഒരു സ്ത്രീയും പുരുഷനും അത് അവർക്കുള്ള സ്ട്രെങ്ത്, ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമല്ലല്ലോ, അവരുടെ മെന്റൽ സ്ട്രെങ്ത്, ഇമോഷണൽ സ്ട്രെങ്ത്, ആ സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് അവരുടെ സ്ഥാനം നിശ്ചയിക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ സമൂഹം അങ്ങനെയല്ല. സമൂഹം ഒരു എന്താ പറയാ, ഒരു മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്രിയാർക്കി, അതാണ് കറക്റ്റ്, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിക്കകത്ത് അധികാരം പുരുഷന്റെ കയ്യിലാണ്. എല്ലാ അധികാരങ്ങളും, രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക അധികാരങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പുരുഷനാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് വല്ലാത്ത പ്രയാസം അനുഭവിച്ചാണ് പൊതു രംഗത്ത് സ്ത്രീ പ്രവർത്തിക്കുന്നത്. ഒരു പബ്ലിക് സ്പേസ് പുരുഷന് മാത്രമുള്ളതാണ് എന്നുള്ളൊരു ധാരണയാണ്, ഒരു സാമൂഹ്യ മൂല്യമാണ് നമ്മൾ ഈ സമൂഹത്തിന് കൊടുക്കുന്നത്. അപ്പൊ അതിൽ വളർന്നു വരുന്ന പെൺകുട്ടിക്കും അവൾ വളർന്നു വരുന്ന സ്ത്രീയാകുമ്പോൾ കിട്ടുന്നതും ഈ ഒരു അവയർനെസ് തന്നെയാണ്. അപ്പോ അതിന്റെ ഭാഗമായി പുരുഷനോടൊപ്പം ഒരു സ്പേസിൽ വരേണ്ട ഒരു സ്ത്രീക്ക് തീർച്ചയായും അവിടെ നിന്ന് പലതരത്തിലുള്ളൊരു മാനസികമായും ഒക്കെയുള്ള ഒരു വെല്ലുവിളി, ഒരു അവഗണന ഒക്കെ ഉണ്ടാവാം. ഇവരുടെ പുറകെ നമ്മൾ പോകണോ, അല്ലെങ്കിൽ ഇവര് അങ്ങനെ ഒപ്പത്തിനൊപ്പം അംഗീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ധാരണ ഉണ്ടാവാം. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ രീതിയിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാലോ, എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്കങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല. അത് പല കാരണങ്ങളുണ്ടാവും. ഇപ്പൊ ശൈലജ ടീച്ചർക്ക് അത് നേരിടാനുള്ള ഒരു കാരണം, ശൈലജ ടീച്ചർ വലിയൊരു നേതാവാണ്. ഈ ധാരാളം മാങ്ങിയുള്ള സ്ഥലത്താണല്ലോ കല്ലേറ് നടക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പൊന്തി വരണേ ഉള്ളൂ. അപ്പോ ഇവരങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല, അവരത് ആളായിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചത്. ശൈലജ ടീച്ചറെ സംബന്ധിച്ച് ശൈലജ ടീച്ചർ കേരളം എന്നല്ല, ഇന്ത്യ എന്നല്ല, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവായി എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അവരോട് ഏറ്റുമുട്ടുമ്പോൾ അവരെ ഏതെല്ലാം തരത്തിൽ തളർത്താം എന്നുള്ള അത്യന്തം ബാലിശമായ ഒരു വില കുറഞ്ഞ ഒരു തറവേലയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അവിടെ പയറ്റിയത്. ഇവിടെ അത്തരത്തിലൊരു ഇത് വന്നിരുന്നില്ല. പക്ഷെ വന്നാലും ഇപ്പൊ ഞാൻ ഇലക്ഷന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എന്നറിഞ്ഞപ്പോ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞത്, എന്നെ കുറിച്ച് പലതും നിങ്ങൾ കേൾക്കാം, ഈവൻ കാണാം, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ ലോകത്തൊക്കെ എന്തും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ടോ, വീഡിയോ കാണാം, അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടാൽ എന്നെ വിളിച്ച് പറയാൻ നിൽക്കരുത്, ഞാൻ മൈൻഡ് ചെയ്യില്ല, നിങ്ങളും മൈൻഡ് ചെയ്യരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരാളും അങ്ങനത്തെ എന്തോ വീഡിയോ വന്നോ അല്ലെങ്കിൽ ചിത്രം വന്നോ ഒക്കെ പറഞ്ഞാൽ നിങ്ങളത് മൈൻഡ് ചെയ്യാൻ പോകരുത്, എന്നോട് പറയുകയും ചെയ്യരുത്, പറഞ്ഞാൽ തന്നെ ഞാനത് മൈൻഡ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷെ നമുക്കങ്ങനെ ഒന്നും ഉണ്ടായില്ല. എന്തുകൊണ്ടോ, ഞാനിപ്പോ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഞാനത് എല്ലാവർക്കുമായിട്ടൊരു നന്ദി പറഞ്ഞു. കാരണം അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും നന്ദി പറയേണ്ട ഒരു സാഹചര്യമാണ്. എല്ലാവരും ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് ഇടപെട്ടു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. അത് നിലനിർത്തേണ്ടതുമാണ്. ഒരു മണ്ഡലത്തിന് മാത്രമല്ല, കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ അത്തരത്തിലുള്ളൊരു സാംസ്കാരിക മൂല്യത്തിലേക്ക് നമ്മൾ ഇനിയെങ്കിലും ആധുനിക ലോകത്ത് ജീവിക്കുന്നവരാണ്. എല്ലാവിധ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളും ആസ്വദിക്കുകയും അറിയുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ സാംസ്കാരികമായി വളരെ പിന്നാക്കം പോകുന്ന ഒരു നിലപാട് പലയിടത്തും കാണുന്നു. അത് മാറ്റേണ്ടതാണ്. അതിനൊരു മാതൃക എന്നുള്ള രീതിയിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ കാണുന്നു.
എന്നുള്ളതാണ്. ടീച്ചർ, ഈ പൗരത്വ ഭേദഗതി നിയമം, അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട്, അങ്ങനെ ഒട്ടുമിക്ക വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇലക്ഷനാണ് കഴിഞ്ഞു പോയത്. ഇതൊക്കെ സാധാരണ ജനങ്ങളും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതെ, പലപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ദേശീയ രാഷ്ട്രീയം ചർച്ചയ്ക്ക് വിധേയമാക്കണം. ദേശീയ ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഒരേ ഗവൺമെന്റ് ആണല്ലോ. ഗവൺമെന്റിനെ റൺ ചെയ്യിക്കുന്നത് ഓരോ രാഷ്ട്രീയ സംവിധാനമാണ്. അപ്പൊ അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് വിലയിരുത്തണം. ആ വിലയിരുത്തലിന്റെയും അറിവിന്റെയും വെളിച്ചത്തിലായിരിക്കണം വോട്ടിംഗ് പാറ്റേൺ വരേണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു 98% വലതുപക്ഷ രാഷ്ട്രീയത്തോട് പണം കൊടുത്തിട്ട് അവരുടെ മൂല്യങ്ങളും ഒക്കെ അടിയറ വെച്ചിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. മാധ്യമ പ്രവർത്തനം അങ്ങനെയാണ്. അപ്പൊ ഈ മാധ്യമങ്ങളൊക്കെ പ്രധാനമായിട്ടും ഇവിടുത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ MP മാരുണ്ട്, മന്ത്രിമാരുണ്ട്, അല്ലെങ്കിൽ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകളുണ്ട്, അവരുടെയൊക്കെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യത്തെ രാഷ്ട്രീയം, പൊതുരാഷ്ട്രീയം, ആ രാഷ്ട്രീയം ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്പർശിക്കുന്നു, അവരുടെ സാമൂഹ്യ ജീവിതത്തെ എങ്ങനെ സ്പർശിക്കുന്നു, അവരുടെ രാഷ്ട്രീയ ജീവിതത്തെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, അവരുടെ സാമ്പത്തിക സ്ഥിതിയെ അതെങ്ങനെയാണ് പരിവർത്തിപ്പിക്കുന്നത്, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ഇടങ്ങളാണ് മാധ്യമങ്ങൾ. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൊക്കെ ആ രീതിയിൽ പ്രവർത്തിച്ചിട്ട് കോളനി വാഴ്ചയിൽ നിന്ന് ഇന്ത്യയെ മുക്തമാക്കിയതിൽ വലിയ പങ്കുവഹിച്ച മാധ്യമങ്ങളാണ്. പക്ഷെ അതേ മാധ്യമങ്ങൾ ഇന്ന് ചെയ്യുന്നത് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടല്ല. ഭരിക്കുന്നത് ആരാണോ ആ ഭരണത്തിന്റെ ശീതള ഛായയിൽ അങ്ങനെ ഇരുന്ന് സുഖിച്ച് കഴിയുന്ന ഒരു വർഗമായി മാധ്യമങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പിനകത്ത് മറ്റെന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ പൈങ്കിളി കഥകളിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ശരീരത്തെ ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ വേറെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ചർച്ച ചെയ്തു പോകുന്ന രീതിയിലേക്ക് പോകാൻ കാരണം ഇവര് കൈപ്പറ്റുന്ന പണം, ആ പണത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് മാധ്യമ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ പൗരത്വ ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്നതാണ്. ഈ രാജ്യം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ രാജ്യത്തെ ജനങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രം ഉണ്ടായാൽ പോലും ജനമാണ് ഏറ്റവും പ്രധാനം. ആ ജനങ്ങൾ, ഇന്ത്യക്കാര് ആരാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പൗരന്മാർ ആരാണ് എന്ന് വളരെ കൃത്യമായി ഭരണഘടനയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിസൈൻ ചെയ്തതിനെ അടിസ്ഥാനമാക്കിയാണ് 1955 നമ്മൾ പൗരത്വ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പൗരത്വ നിയമത്തിനനുസരിച്ച് അകത്ത് ഒരിക്കലും ജാതിയോ മതമോ പണമോ വർഗമോ ദേശമോ ദേശം ഒരു പ്രധാനമാണ്, ഇന്ത്യയിൽ ജനിച്ച. പക്ഷെ ബാക്കി ഒരു പരിഗണനയില്ല. അയാളുടെ ജാതി പരിഗണിക്കേണ്ട, മതം പരിഗണിക്കേണ്ട, അയാളുടെ സാമ്പത്തിക അവസ്ഥ പരിഗണിക്കേണ്ട, സാമൂഹ്യ അവസ്ഥ പരിഗണിക്കേണ്ട. പക്ഷെ അയാൾ ഇവിടെ ഇന്ത്യയിൽ ജനിച്ച ആളാണോ, അല്ലെങ്കിൽ അയാളുടെ അച്ഛൻ ഇവിടെയുള്ള ആളാണോ, അല്ലെങ്കിൽ അയാൾ ഇവിടെ വന്നിട്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തിട്ട് പൗരത്വം നേടിയ ആളാണോ, അങ്ങനെ ഒരു മതനിരപേക്ഷമായ മാനദണ്ഡം വെച്ചുകൊണ്ടായിരുന്നു പൗരത്വം കൊടുത്തിരുന്നത്. ആ പൗരത്വത്തെയാണ് ഇപ്പോ BJPയുടെ ഗവൺമെന്റ് പുതിയ നിയമം അനുസരിച്ച്, പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ഒരു ശത്രുപക്ഷത്ത്, ഈ RSSഉം അതുപോലെ തന്നെ BJPയും ഒരു ശത്രുപക്ഷത്ത്, ഈ രാജ്യത്തെ ജനങ്ങളെ തന്നെ ഒരു വിഭാഗത്തെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടാണല്ലോ അവരുടെ രാഷ്ട്രീയം. അല്ലാതെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളോ രാജ്യത്തിന്റെ വികസന പ്രശ്നങ്ങളോ ഒന്നുമല്ല അവരുടെ പ്രശ്നം. ഇവിടുത്തെ മുസ്ലിങ്ങൾ ശത്രുക്കളാണ്, ക്രൈസ്തവർ ശത്രുക്കളാണ്, പുരോഗമന രാഷ്ട്രീയം പറയുന്നവർ ശത്രുക്കളാണ് എന്ന് ഉള്ള കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനകത്തും ഒരു പ്രത്യേക മതവിഭാഗം ഇവിടെ അന്യരാണ്, അല്ലെങ്കിൽ അവർ ഇവിടെ നിന്ന് പോവേണ്ടവരാണ്, അവർ മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കുകയും അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത് അവർക്ക് ഇത് നിഷേധിക്കുന്ന തരത്തിലേക്ക് പോവാണ്. അപ്പോ നമ്മൾ വിചാരിക്കും ഞങ്ങൾ അതിൽ പെട്ടിട്ടില്ലല്ലോ, അങ്ങനെയാണ്, ഐ ഡോണ്ട് കെയർ, കാരണം ഞാൻ അതിൻ്റെ അകത്ത് പെട്ടിട്ടില്ല. പക്ഷെ നാളെ ഇവരും പെടാം, അടുത്ത മതവും പെടാം, വേറെ വിഭാഗവും പെടാം. കാരണം അവര് കൃത്യമായി ആരൊക്കെയാണ് ഈ രാജ്യത്തെ ശത്രുക്കളെന്ന് എഴുതി വെച്ചിട്ട് അത് പഠിച്ച് അവർക്ക് രാഷ്ട്രീയ അധികാരം കിട്ടുമ്പോൾ നടപ്പാക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് നമ്മൾ കാണുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമം എല്ലാവരാലും എതിർക്കപ്പെടേണ്ടതാണ്. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗമോ ഏതെങ്കിലും ഒരു ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനമോ മാത്രം എതിർക്കേണ്ടതല്ല. ഇത് ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനെതിരാണ്. ആ കൺസെപ്റ്റിന്റെ ബേസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്. അതുകൊണ്ട് തന്നെ ഇത് റദ്ദാക്കപ്പെടേണ്ടതാണ്. അതാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ അതിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന വളരെ ദൗർഭാഗ്യകരമായ നിലപാടുണ്ട്. കോൺഗ്രസിന് ദേശീയ തലത്തിൽ അതിനൊരു നിലപാടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിനകത്തും കേരളത്തിനകത്തെങ്കിലും അവര് വോട്ട് കിട്ടാൻ വേണ്ടിയെങ്കിലും നിലപാട് സ്വീകരിക്കാമായിരുന്നു എന്നാണ് ഞാൻ ഒരു വളരെ ഫ്രാങ്ക് ആയിട്ട് പറയുന്നത്. കാരണം കേരളത്തിലെ ഗവൺമെന്റ് പറയാണ് ഇവിടെ ഇത് നടപ്പാക്കില്ല. കേരളത്തിനകത്ത് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷമാണ് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോഴാണ് കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നത്. അല്ല, കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പൊ ആ ബില്ല് വന്നപ്പോ തന്നെ അതെ ബില്ല് വന്നപ്പോ തന്നെ അതിന്റെ ചർച്ചയിൽ തന്നെ അതിന്റെ നിലപാട് ഇടതുപക്ഷ രാഷ്ട്രീയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിയമമായി കഴിഞ്ഞപ്പോ ആ നിലപാട് കൃത്യമായി ഉറച്ചു നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കില്ല. എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു? കേരളത്തിനാണ് ഒരു രാഷ്ട്രീയ അധികാരമുള്ളൂ, ഒരു ഗവൺമെന്റ് ഉള്ളത് കേരളത്തിലാണ്. അപ്പൊ കേരളത്തിൽ ആ ഗവൺമെന്റിന്റെ പവർ ഉപയോഗിച്ച് പറഞ്ഞു ഒരു കാരണവശാലും കേരളത്തിനകത്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായും ഒരു ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് പോലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിനോട് യോജിച്ചെങ്കിലും നിൽക്കേണ്ടതായിരുന്നു അല്ലെ? അത് ശരിയല്ല എന്നെങ്കിലും പറയേണ്ടതായിരുന്നു കോൺഗ്രസ്. പക്ഷെ കോൺഗ്രസ് നേരെ മറുകണ്ഠം ചാടിയിട്ട് അതെങ്ങനെ ശരിയാവും? കാരണം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം എങ്ങനെ ഇവിടെ നടപ്പാക്കാതിരിക്കാൻ കഴിയും എന്നും മറുചോദ്യം അതെ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് ചോദിച്ചത്. അപ്പോ മറുചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ആരോടാ ചോദിക്കുന്നത്? കേവലം കേരളത്തിലെ ഗവൺമെന്റിനോട് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ത്യയിലെ ജനങ്ങളോട് ചോദിക്കുകയാണ്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമല്ലേ, അത് നടപ്പാക്കണം. അതുകൊണ്ട് നിങ്ങൾ കുറെ പേര് ഈ പൗരത്വം റദ്ദാക്കി ഇവിടുന്ന് പോകേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൗരത്വം കിട്ടില്ല, നിങ്ങൾ ഇവിടുന്ന് പോകണം എന്ന് ചോദിക്കാതെ ചോദിക്കുകയാണ്. നടപ്പിലാക്കിയതിന് ഈ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതിന് പുള്ളി പരിഹസിക്കുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞ ആ പരിഹാസം മുഖ്യമന്ത്രി പിണറായി വിജയനോടോ ഇവിടുത്തെ മിനിസ്ട്രിയോടോ ഇവിടുത്തെ ഇടതുപക്ഷ MLA-മാരോടോ അല്ല, മറിച്ച് ജനങ്ങളോടാണ്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു രാഷ്ട്രീയമായ ഒരു ബോധം, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ എത്രയോ നിയമങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കർഷക നിയമം ബില്ലല്ല നിയമം, ആ നിയമം കർഷകര് സമരം ചെയ്തു. ഒരു വർഷക്കാലത്തിലേറെ അവര് ചട്ടിയും കലവും അവരുടെ ആയുധങ്ങളും ഒക്കെ കുഞ്ഞുകുട്ടി എല്ലാവരും കൂടി വന്ന് തമ്പടിച്ച് വെയിലത്തും മഞ്ഞത്തും കുറെ പേര് മരണപ്പെട്ടു. പക്ഷെ അവര് എന്ത് ചെയ്തു? അത് പിൻവലിപ്പിച്ചു. അതെ. അപ്പൊ അത് ജനമാണ്. അതാണ് ഞാൻ പറയുന്നത്, ജനങ്ങളാണ് അന്തിമമായ വിധി കർത്താക്കൾ. അപ്പൊ ജനത്തിനെതിരെ ഒരു നിയമം കൊണ്ടുവന്നാൽ, ഞാൻ പലപ്പോഴും പ്രസംഗിച്ചു, ഈ ഇലക്ഷൻ ക്യാമ്പയിന്റെ അകത്ത് ഞാൻ പ്രസംഗിച്ചു, ഈ പാർലമെന്റ് കൊണ്ടുവന്നത് ആരാ? അത് ജനത്തിന്റെ ഇച്ഛയാണ്. പാർലമെന്റ്, നിയമസഭ, നിയമനിർമ്മാണ സഭകൾ, നമ്മുടെ ജനാധിപത്യം ഇന്ത്യയില് കാലങ്ങളായിട്ടുള്ള സാധനമല്ലല്ലോ. ഇവിടെ ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതി ഉണ്ടായിട്ടുണ്ട്, രാജവാഴ്ച ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷമാണ് ജനാധിപത്യം, കൊളോണിയൽ റൂൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ പരിവർത്തിപ്പിച്ച് ലംഘിച്ച് ശക്തി ആർജിച്ച് ജനമാണ് കൊണ്ടുവന്നത്. അവസാനം തോന്നി ഈ ഫ്യൂഡലിസവും വേണ്ട, മറ്റേ കൊളോണിയലിസവും വേണ്ട, ജനാധിപത്യം മതി, രാജവാഴ്ചയും വേണ്ട, ജനാധിപത്യമാണ് ഞങ്ങൾ കുറേയും കൂടി ആപ്റ്റ് ആയത് എന്ന് ജനം തീരുമാനിച്ചു. ആ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ജനാധിപത്യം നിൽക്കുന്നത്. ആ ജനാധിപത്യ പ്രോസസ്സിനകത്ത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ വിവിധ സംവിധാനങ്ങളുണ്ട്. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ. ഈ സാധനത്തിനൊക്കെ ഉണ്ടാക്കിയത് ജനങ്ങളാണ്. അപ്പൊ ജനങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ള സംവിധാനമാണ് ജനാധിപത്യ സംവിധാനം. ആ ജനാധിപത്യ സംവിധാനത്തിലെ ചില ഘടകങ്ങളാണ് ഈ പറഞ്ഞ പാർലമെന്റും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒക്കെ. ഇത് ജനങ്ങൾക്കെതിരായി തിരിഞ്ഞാലോ തീർച്ചയായും ജനങ്ങൾ അത് കറക്റ്റ് ചെയ്യും. അപ്പൊ ആ കറക്റ്റ്നെസ് എന്ന് പറയുന്ന പ്രോസസ്സ് ജനങ്ങളുടെ കയ്യിലാണ്. അപ്പൊ അതാണ്, ജനമാണ് അന്തിമമായ വിധികർത്താക്കൾ എന്തിന്റെയും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് പറയുന്നത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമൊക്കെ തന്നെ ഓക്കെ ശരി, അത് അംഗീകരിക്കേണ്ടത് തന്നെയാണ്, അതിനെ വളരെ ബഹുമാനത്തോടുകൂടി കാണുന്നു. പക്ഷേ ജനങ്ങൾക്കെതിരാണെങ്കിൽ അതിനെ നടപ്പിലാക്കില്ല. അതാണ് നിലപാട്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പൊസിഷനാണ് കേരളം എടുത്തിട്ടുള്ളത്. അതാണ് ശരി. അതുപോലെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലും സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് CPM പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്ന സാഹചര്യം, പച്ചക്കള്ളങ്ങൾ, നുണകൾ നിരത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഇത്തവണ വോട്ട് മേടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. അത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? അതെ, അത് ഹിറ്റ്ലറുടെ
മിനിസ്ട്രിയിൽ പ്രമുഖനായിട്ടുള്ള ഒരാളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഗീബൽസ്. ഉം. ഇപ്പൊ ഗീബൽസിന്റെ ഒരു തന്ത്രം എന്ന് വെച്ചാൽ പല ആവർത്തി നുണ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ കേൾവിക്കാരന് കുറച്ച് കഴിയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ശരി ഉണ്ടാവൂലേ? അല്ലെ, ഒരു തീയില്ലാതൊരു പുക ഉണ്ടാവില്ലല്ലോ, നമ്മള് നാടൻ ഭാഷയിൽ പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ പല ആവർത്തി ഒരു നുണ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് സത്യമായി ഭവിക്കും എന്നുള്ള ഒരു തെറ്റായ ധാരണ ഒരുപക്ഷെ ചിലരെയൊക്കെ പറ്റിക്കാൻ പറ്റുമായിരിക്കും. ഇപ്പൊ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവര് മീഡിയയുടെ എല്ലാ വശങ്ങളും എല്ലാ ആസ്പെക്റ്റും ഒന്നും കണ്ട് വിലയിരുത്താനുള്ള ഒരു സമയവും സാഹചര്യവും അവർക്കില്ല. അവരവരുടെ നിത്യാധ്വാനം, അവരുടെ ഉപജീവനം കഴിക്കുന്നതിന് വേണ്ടി നിത്യാധ്വാനത്തിന് വേണ്ടി പോകുന്നു. അതിനിടയ്ക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അവർ കാണില്ല. പക്ഷെ ചിലപ്പോ ഒരു സമയത്തെ വന്ന് ടിവിയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴായിരിക്കും ഇത് കേൾക്കുന്നത്, CPM ഇലക്ട്രൽ ബോണ്ടിൽ പങ്കുപറ്റിയിട്ടുണ്ട് എന്ന്. അപ്പൊ കേൾവിക്കാരൻ ആഹാ ഉണ്ടല്ലേ എന്നിട്ടാണ് ഇവർ പ്രസംഗിക്കുന്നത്. പക്ഷെ അതിന്റെ ബാങ്ക് കൃത്യമായി എന്താണ് സ്റ്റേറ്റ് ബാങ്ക് പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് പണം പറ്റിയിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ ഏതാണ്ട് 60-67% BJP പറ്റിയിട്ടുണ്ട്. 8000 കോടി രൂപയോളം BJP ആണ് പറ്റിയിട്ടുള്ളത്. ഏതാണ്ട് 2500-3000 കോടിയോളം കോൺഗ്രസ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ആ പട്ടികയിലേ ഇല്ലാത്തൊരു വിഭാഗമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് വളരെ കൃത്യമായിട്ട് രേഖകളുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, തെളിവുണ്ട്. പക്ഷെ ആ തെളിവുകളൊന്നും അല്ല പറയുന്നത്, ഇതിങ്ങനെ വാചികമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ജനങ്ങൾ കുറെയൊക്കെ അത് മനസ്സിലാക്കും. എപ്പോഴും പറ്റിക്കാൻ പറ്റില്ലല്ലോ, ഒരാളെ പലവട്ടം ഒക്കെ പറ്റിക്കാൻ, പക്ഷെ നിത്യവും പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ LDFന് അനുകൂലമായ ഒരു വലിയ ട്രെൻഡ് തന്നെ കേരളത്തിൽ കാണാനുള്ള സാധ്യതയാണ് അല്ലെ? ഈ പറയുന്ന രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെ, ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇടതുപക്ഷത്തിനെ കൈവിടാൻ കഴിയില്ല. ആ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം നമുക്ക് പറഞ്ഞാൽ, ഇപ്പൊ എലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, പാർലമെന്ററി ജനാധിപത്യത്തിൽ എലക്ഷൻ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ എലക്ഷന്റെ ആ കാലയളവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ എലക്ഷന്റെ കാലയളവ് ശരിക്കും ജനങ്ങളെ സമകാലീന രാഷ്ട്രീയം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ക്യാമ്പയിൻ, പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ് ശരിക്കും നടക്കേണ്ടത്. നിർഭാഗ്യവശാൽ അതല്ല ഈ രാജ്യത്ത്. ഇപ്പൊ അമേരിക്കൻ തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കാണാറുണ്ട് മാധ്യമങ്ങളിലൂടെ. അവര് 2 സ്ഥാനാർത്ഥികൾ വന്ന് അവരുടെ നിലപാട്, അവരുടെ രാഷ്ട്രീയം, അവരുടെ വികസന കാഴ്ചപ്പാട്, അതാണ് അവര് ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളും വരണം. പലപ്പോഴും ഞാൻ അവസാന സമയത്തൊക്കെ ഞാൻ വിമർശിച്ചത്, അതായത് വലതുപക്ഷ ക്യാമ്പിനെ വിമർശിച്ചത് രാഷ്ട്രീയമായി തന്നെ വിമർശിച്ചുള്ളൂ. നമ്മളിപ്പോ തുറന്ന വാഹനത്തിൽ ജനങ്ങളെ നേരിട്ട് കാണുന്നതിനും അവരോട് സംവദിക്കുന്നതിനും ഒക്കെ ആയിട്ട് പോകുന്നു. അവിടെ പോകുമ്പോ വെറും ടാറ്റ കൊടുത്തല്ലോ പോകേണ്ടത്. ജനങ്ങൾക്ക് ടാറ്റ കൊടുത്ത് അല്ലെങ്കിൽ അവരോട് കൈകൂപ്പി, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഏറ്റവും പ്രധാനം എന്താണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം, ഈ രാജ്യത്തെ സംബന്ധിച്ച് എന്താണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ പൊളിറ്റിക്സ് എന്താണ്, അത് പറയതായിരിക്കണം. അവനവന്റെ പൊളിറ്റിക്സ് ജനങ്ങളുമായി സംവദിക്കാനുള്ള ഒരു അവസരമാണ് ഈ എലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളത് നടത്തിയിട്ടുണ്ട്. പക്ഷെ വലതുപക്ഷ രാഷ്ട്രീയം അതല്ല ചെയ്യുന്നത്. കാരണം അവർക്ക് കൃത്യമായി ഒരു ജനങ്ങളോട് പറയാനുള്ള ഒരു രാഷ്ട്രീയം ഇല്ലേ എന്നുള്ളൊരു സംശയം പോലും പലപ്പോഴും വന്നിട്ടുണ്ട്. അവര് അടിപൊളി DG ഒക്കെ വെച്ച് ടാറ്റ മാത്രം കൊടുത്ത് പോകുന്നു. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ 17 തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് കാണാൻ സാധിച്ചത് സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യത്തെ പൊതുമേഖല വിൽക്കുന്നു, അല്ലെങ്കിൽ വലിയ അഴിമതി നടക്കുന്നു. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ ഉന്നയിച്ചത്. അല്ലെങ്കിൽ ഇന്ന സെക്ടറിനെ അവഗണിക്കുന്നു, കാർഷിക മേഖലയെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിനെ അവഗണിക്കുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടറിനെ അവഗണിക്കുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു 1ാം തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ ഒന്ന് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു. പക്ഷെ ഇപ്പോ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ 1ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിലനിൽക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതിന് മുകളിൽ ഒരു പ്രശ്നം വരാൻ. കാരണം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണമോ വേണ്ടയോ, അല്ല ഒരു മതാധിഷ്ഠിത രാജ്യമാകലാണോ ജനങ്ങൾ താല്പര്യപ്പെടുന്നത്? ഈ 2 ചോദ്യം വരികയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടനയ്ക്ക് ഒരു പക്ഷേ പല കുറവുകളും ഉണ്ടാവാം.
പക്ഷെ നിലവിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ അത് തന്നെയാണ് നമുക്കൊരു പിടിവള്ളി, നമ്മുടെ ഒരു പ്രതീക്ഷ അതാണ്. കാരണം നിലവിൽ സാമൂഹ്യ അസമത്വം നിലനിൽക്കുന്നു, സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്നു. അംബേദ്കർ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായ ആ വോട്ടിംഗിൽ മാത്രമുള്ള സമത്വം മാത്രമേ ഉള്ളൂ. അതായത് 18 വയസ്സായ ഒരാളുടെ വോട്ട് അയാൾക്ക് ഒരു വോട്ട് ചെയ്യാം, അയാളുടെ വോട്ടിന് ഏതൊരാളുടെ വോട്ട് പോലെയും ഒരു മൂല്യം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായും സമത്വം പറയുന്ന ഭരണഘടന തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയെ പോലും ഇല്ലാതാക്കുന്നു ഒരു സാഹചര്യം രാഷ്ട്രീയമായി രാജ്യത്ത് വരുന്നു. അതിന്റെ സ്ഥാനത്ത് 10-700 ചില്ലാൻ പേജുള്ള സന്യാസിമാർ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഭരണഘടന ബദലായിട്ട് ഉയർന്നു വരാനുള്ള എല്ലാ സാഹചര്യവും രാജ്യത്ത് വരുന്നു. ആ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുസ്മൃതിയും അല്ലെങ്കിൽ വേദങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പൊ അവിടെ മനുസ്മൃതിയുടെ കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം, അല്ലെങ്കിൽ വേദത്തിൽ എന്ത് പറയുന്നു എന്നറിയാം. അതിന് ചില മൂല്യങ്ങളുണ്ട്, മതപരമായ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾക്കപ്പുറത്ത് മനുഷ്യരെ കൃത്യമായി അംബേദ്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗ്രേഡഡ് ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ജാതീയമായ വ്യവസ്ഥ, ജാതി വ്യവസ്ഥ, ആ ജാതി വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് സോഷ്യൽ ഇനിക്വാളിറ്റി നിലനിർത്തുന്ന ഒരു സംവിധാനത്തെ വീണ്ടും കൊണ്ടുവരാൻ, അതിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിന്റെ തയ്യാറെടുപ്പുകൾ എല്ലാം നടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാത്രമല്ല രാഷ്ട്രത്തലവനും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ ഒരു പ്രത്യേക മതത്തിന്റെ വക്താക്കളായി അല്ലെങ്കിൽ ഒരു പൂജാരിയുടെ വേഷധാരികളായി മാറുന്ന അത്യന്തം ശോചനീയമായ ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ രാഷ്ട്രീയമായി നമ്മുടെ രാജ്യം വലിയൊരു അപകടാവസ്ഥയിൽ, ഇന്ത്യ എന്ന് പറയുന്ന അതിബൃഹത്തായ ജനാധിപത്യ രാജ്യം, ആ പേര് നഷ്ടപ്പെടാൻ പോകുന്നു, ഭരണഘടന നഷ്ടപ്പെടാൻ പോകുന്നു. രാജ്യത്തെ 144 കോടി ജനങ്ങളും അത്യന്തം ആശങ്കയോടുകൂടി തന്നെ നേരിടേണ്ട ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യം. ഈ സാഹചര്യത്തെ ക്യാമ്പയിൻ ചെയ്യണ്ടേ? അതുകൊണ്ടാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ നിന്നും വളരെ വ്യത്യസ്തമാണ്. എന്നാൽ ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉന്നയിച്ച എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ട് താനും. അതിനപ്പുറത്ത് ആ പ്രശ്നങ്ങളെ ഒക്കെ പരിഹരിക്കണം എന്ന് നമുക്ക് അവകാശപ്പെടണമെങ്കിൽ, അതിനെതിരെ നമുക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ചവിട്ടുറപ്പുണ്ടാവണം. ഒരു കാൽച്ചുവട്ടിലെ മണ്ണ്, അത് നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന ഇല്ലാതാകാൻ പോകുന്നു. പിന്നെ എങ്ങനെയാണ് നമുക്ക് അവകാശത്തെ കുറിച്ച് പറയാൻ കഴിയുക? അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്യാമ്പയിൻ നടത്താതെ ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നേരിടുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്യാമ്പയിനിലൊക്കെ എന്നോട് പലപ്പോഴും പറയും, 10-60 കേന്ദ്രങ്ങളിൽ 62 കേന്ദ്രങ്ങളിൽ ഒരു ദിവസം പോകണം നമ്മൾ. അപ്പൊ അതുകൊണ്ട് ടീച്ചർ അധികം പ്രസംഗിക്കേണ്ട, നന്ദി മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. പക്ഷെ അതിന് കഴിയില്ലായിരുന്നു. ഞാനൊരു ഏറ്റവും വലിച്ചു പിടിച്ചാൽ ഒരു 3 മിനിറ്റെങ്കിലും ഈ കാര്യം ആശങ്കയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല, എന്റെ മനസ്സിൽ തട്ടിയ ആശങ്കയാണ് രാജ്യത്തെ സംബന്ധിച്ച്. ഈ രാജ്യത്തെ സംബന്ധിച്ച് അങ്ങനെ ആശങ്കയോടുകൂടി പറയാൻ ഇയാൾ ആര് എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ആരുമല്ല. പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആശങ്കയുണ്ട്. അതോടൊപ്പം ഞാനൊരു സ്ഥാനാർത്ഥിയും കൂടിയാണ്. അപ്പൊ ഈ രണ്ടും കൂടി കോർത്തിണക്കി കഴിയുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ പറയാനുള്ളൊരു ധാർമ്മികത എനിക്കുണ്ട് ഈ സമൂഹത്തോട്, ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റിയോട്. അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് ചെയ്യാതെ അപ്പുറത്ത് പോകുമ്പോ, മറു ക്യാമ്പിൽ അത് ചെയ്യാതെ പോകുമ്പോ ഉള്ള ഒരു ആശങ്കയും എനിക്കുണ്ട്. കാരണം അവരും ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ തന്നെയാണ് നടത്തുന്നത്. തീർച്ചയായും ഈ രാജ്യത്തിലെ പൗരന്മാരാണ്. അവർക്കും ഈ രാജ്യത്തിലെ പൗരസമൂഹത്തോടും എല്ലാ സമൂഹത്തോടും എല്ലാ ജനങ്ങളോടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. അപ്പൊ അവരത് ചെയ്യാതിരുന്നപ്പോ ഞാൻ അവസാനം ചോദിച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെ പോയാൽ മതിയോ? ബ്രത്തോൾഡ് ബ്രത്തിന്റെ കവിതയിൽ പറയുന്നത് പോലെ, വരുമൊരു കാലം മിണ്ടാ പ്രാണികൾ സംസാരിക്കും കാലം. അപ്പൊ അതിന് ഞാൻ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്, ഈ കാലത്ത് ഒരു മിണ്ടാപ്രാണികൾക്ക് പോലും മിണ്ടാതിരിക്കാൻ പറ്റാത്തൊരു കാലമാണ് ഈ രാഷ്ട്രീയ സാമൂഹ്യ കാലം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത്. ആ കാലത്ത് ഒന്നും മിണ്ടാതെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ക്യാമ്പയിനിൽ, ഒരു ജനറൽ ഇലക്ഷനിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കൂട്ടായ്മയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ആ ചോദ്യം ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ് പോയവരോടൊക്കെ. എങ്ങനെയാണ് നിങ്ങൾക്ക് മിണ്ടാതെ ടാറ്റ മാത്രം കൊടുത്ത് DJ മാത്രം വെച്ച് പോകാൻ കഴിയുക? നല്ലൊരു ചോദ്യമാണ് ടീച്ചർ. ഈ നമുക്കറിയാം പറവൂര് ഇക്കുറി ടീച്ചർ ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ VD സതീശന്റെ കാര്യം അവതാരത്തിലാകും എന്നൊരു ഓൺലൈൻ മാധ്യമത്തിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായിരിക്കും പറവൂരിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക? പറവൂരിലെ ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുള്ളത്, ഞാൻ പറവൂർ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ ഒരംഗമാണ്. പറവൂർ
ആ മേഖലയിലെ കുടുംബത്തിലൊരു അംഗമാണ്. അവരെന്നെ മകളായോ സഹോദരിയായോ കുടുംബാംഗമായോ കാണണം. ഞാനിപ്പോ ഒരു സ്ഥാനാർത്ഥി ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻബലം പറവൂരുകാർ തന്ന പിൻബലം, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആ ആത്മവിശ്വാസം എനിക്ക് തന്ന നാടാണ് പറവൂര്. അപ്പൊ എന്റെ കൂടെ നിൽക്കണം, എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് വെച്ചിട്ടുള്ളത്. അത് അവര് സ്വീകരിച്ചിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്.